ഡോക്ടർ വർഗീസ് ജോർജ്, ഒഫൻസിന്റെ ഗ്രാവിറ്റി കൂട്ടുന്നത്, ഗൗരവമുള്ളാക്കുന്നത്, അതൊരു കുറ്റകൃത്യമാക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഈ പ്രസംഗം നടത്തിയത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ എ മാരിഫ് വായിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധി ന്യായങ്ങൾ കൃത്യമായ രീതിയിൽ വർഗീയ വിദ്വേഷം വളർത്തുന്നത് നിയമപരമായി ശരിയല്ല, നിയമപരമായി കുറ്റകരമാണ് എന്ന് പറയുമ്പോൾ പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത് സാധിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ അതിരും വിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും 2-3 ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞപ്പോൾ വളരെ പരിഭ്രാന്തിയിലാണ്. രാജ്യത്തെ 28 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് തിരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ സമവാക്യങ്ങളെല്ലാം മാറി. BJPക്ക് ഏറ്റവും ഒടുവിൽ 2 സഖ്യകക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ആന്ധ്രാപ്രദേശിലെ ജഗൻ, അവർ കഴിഞ്ഞ 5 വർഷവും ശ്രീ ആരിഫിനറിയാം, പാർലമെൻറ്റിൽ BJPയുടെ എല്ലാ നയങ്ങളെയും പിന്താങ്ങിയവരാണ്. ബിജു പട്നായിക്കിൻ്റെ മകൻ നവീൻ പട്നായിക്ക് കഴിഞ്ഞ 5 വർഷവും BJPയുടെ എല്ലാ നയങ്ങളെയും പാർലമെൻറ്റിൽ പിന്താങ്ങിയവരാണ്. അവരായിരുന്നു അവസാനത്തെ 2 സഖ്യകക്ഷികൾ. ഇപ്പോൾ ആ 2 സ്റ്റേറ്റുകളിലും ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ജഗൻ്റെ പാർട്ടിയും BJPയും തമ്മിലുള്ള ഫൈറ്റാണ്. നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി അസംബ്ലിയിലും പാർലമെൻറ്റിലും BJPയോട് ഏറ്റുമുട്ടുകയാണ്. സമവാക്യങ്ങൾ മുഴുവൻ മാറി. ഇത് മനസ്സിലാക്കി പരിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. മാർക്സ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിലെ രാജാക്കന്മാരുടെ മക്കൾ കുസൃതി കാണിച്ചാൽ ബാല്യക്കാർക്ക് അവരെ അടിക്കാൻ അവകാശമില്ല. അതിന് പകരം ചെയ്യുന്നത് ബാല്യക്കാരുടെ മക്കളെ പിടിച്ച് 2 അടി കൊടുക്കും. അതുപോലെയാണ് ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ ആ പാർട്ടിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. വളരെ ദയനീയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥിതി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളെ തിരികെ കയറ്റുമെന്നാണ്. ഇവിടെ സംവരണത്തെക്കുറിച്ചാണല്ലോ ഏറ്റവും മർമ്മപ്രധാനമായി ചർച്ച നടന്നത്. പ്രധാനമന്ത്രി പറഞ്ഞു OBC സംവരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കുമെന്ന്. ഈ OBC സംവരണത്തെ ഏറ്റവും എതിർത്തതാരാ? VP സിംഗ് OBC സംവരണം കൊണ്ടുവന്നപ്പോൾ ആ സംവരണത്തെ ഏറ്റവും അധികം എതിർത്തത് 2 പാർട്ടികളായിരുന്നു. ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. വെങ്കിട്ടരാമൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശ്വാസപ്രമേയം പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ രാജീവ് ഗാന്ധിയും അതേപോലെ തന്നെ LK അദ്വാനിയെയും VP സിംഗിനെ പിച്ച് ചീന്തുകയായിരുന്നു എന്നാണ് രാഷ്ട്രപതി വെങ്കിട്ടരാമൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ തിരുത്തി. അതൊരു കാവ്യനീതിയാണ്. അവരിപ്പോൾ സംവരണത്തെ അനുകൂലിക്കുന്നു. അന്ന് OBC സംവരണത്തെ അതിശക്തമായിട്ട് എതിർത്ത ഈ BJPയുടെ നേതാവാണ് പറയുന്നത് OBC സംവരണം എടുത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കുമെന്ന്. ഇവിടെ ഈ രാജ്യത്ത് മതത്തിന് സംവരണമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഭരണഘടന പറയുന്ന റിസർവേഷൻ ഷുഡ് ബി ഗ്രാൻറ്റഡ് ടു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ഇൻ അപ്പോയിൻമെൻറ്റ്സ് ഇൻ ഗവൺമെൻറ്റ്സ് ആൻഡ് ഇൻ അഡ്മിഷൻസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനും ഗവൺമെൻറ്റിലും ഉദ്യോഗത്തിനും സംവരണം കൊടുക്കണമെന്നാണ്. ഇവിടെ മതത്തിന് സംവരണമില്ല. ഇവിടെ വിഷയത്തിലേക്ക് വന്നാൽ 1 മുതൽ 4 ഘട്ടം വരെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും എക്സിറ്റ് പോളുകൾ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അല്ലാതെ പോൾസ്റ്റേഴ്സ് വേറെയും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം വരുമ്പോൾ ഓരോ മുന്നണികൾക്കുമുള്ള ട്രെൻഡ് എന്താണ് എന്നത് സംബന്ധിച്ച് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാം. ആദ്യഘട്ടത്തിൽ വികസിത ഇന്ത്യയെക്കുറിച്ച് 2047 ആകുമ്പോൾ രാജ്യം സമ്പൂർണ്ണ വികസിത രാജ്യമാകുന്നതിനെക്കുറിച്ച്, 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ 2029 മുമ്പ് മാറ്റുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞതെങ്കിലും പിന്നീട് ഈ പറയുന്ന മംഗൾസൂത്രം പിടിച്ചു പറിക്കും, അതുപോലെ നുഴഞ്ഞു കയറ്റക്കാരൻ, മക്കളെ പെറ്റുകൂട്ടുന്നവർ എന്ന നിലയിലേക്ക് അജണ്ട താഴാനുള്ള കാരണം താങ്കൾ വിചാരിക്കുന്നത് BJPക്ക് സീറ്റ് കുറയുമെന്നുള്ള അവരുടെ തന്നെ കണക്കുകൂട്ടലാണ് എന്നാണോ? അങ്ങനെയാണ് എങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതാണോ അതിൻ്റെ വഴി? അതെ, ഇത് തന്നെയാണ് വഴി. അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാമല്ലോ. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലം തൊട്ട് തന്നെ BJPയുടെ നേരത്തെയുള്ള രൂപങ്ങൾ ഇന്ത്യയിൽ ഒരു വർഗീയമായ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലഘട്ടത്തിൽ, അതിന് മുമ്പ് തന്നെ. പക്ഷേ ഗാന്ധിജിയുടെ സ്പിരിച്വാലിറ്റി, നെഹ്റുവിൻ്റെ ഒരു സെക്യുലർ ഹ്യൂമനിസം, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു മതനിരപേക്ഷത, അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് വർഗീയ പ്രചാരണം നടത്താൻ സാധിച്ചില്ല.
അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഈ രാജ്യത്ത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ധ്രുവീകരണം നടത്തണം. അങ്ങനെയാണ് 1980-കളിൽ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം ഉയർത്തിയത്. ആ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം ഉയർത്തുമ്പോൾ 1984 അവർക്ക് 2 ലോക്സഭാ സീറ്റേ ഉള്ളൂ. അതാണ് ബിജെപിയുടെ ചരിത്രം അതാണെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ദയവായി തുടരുക. ഞാൻ Debate with MV Nikesh Kumar.